ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാർട്ട് റീഡിങ്ങിനെ പറ്റിയാണ്. ചാർട്ട് റീഡിങ്ങിൻ്റെ 2 വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാർട്ട് റീഡിങ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചാർട്ട് ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ്. സോ നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ദിവസത്തെ ചാർട്ടുകൾ എടുത്തിട്ട് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് സ്വിങ് ഹൈയും ലെവലും എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തത്, അല്ലെങ്കിൽ സ്ട്രക്ചർ ചേഞ്ചസ് വന്നത് എവിടെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ഞാനിവിടെ ബിറ്റ് കോയിൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോകാം, പുറകിലോട്ട് പോകാം. ആൻഡ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റ് ചാർട്ട്. അപ്പോൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ് ചാർട്ടാണ് ഏറ്റവും ബെറ്റർ. ബിറ്റ് കോയിൻ ആണെങ്കിൽ ശരി, ഈവൻ ഫോറക്സ് ചാർട്ട് പെയർസിൻ്റെ ചാർട്ടാണ് ശരി, ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ്സ് ആണ്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് ഞാൻ നിങ്ങളായിട്ട് പ്രിഫർ ചെയ്യുന്നത്, അഡ്വൈസ് ചെയ്യുന്നത് അതാണ്, അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ റാൻഡംലി ഒരു ഡേറ്റ് എടുത്തിട്ട് മാർച്ച് 3 മുതലുള്ള ചാർട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്കൊന്ന് ചാർട്ട് ഒന്ന് ഡ്രോ ചെയ്യുകയാണ് ഞാനിവിടെ. ഇവിടെ മാർക്കറ്റിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്, നിങ്ങൾക്കറിയാം ലോ ആണത്. പിന്നെ ഒരു മാർക്കറ്റിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ വീണ്ടും ഒരു ലോ അവിടെ ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാം. പിന്നെ അഗെയിൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ അഗെയിൻ ഒരു ലോവർ ഹൈ, ദെൻ അഗെയിൻ താഴോട്ട് വീണ്ടും ഒരു ലോ, റൈറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് മാർക്കറ്റ് ഇപ്പം ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒരു ബെയറിഷ് ആണ്, അല്ലേ? എന്തുകൊണ്ടാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ലോവർ ലോ എന്ന രീതിയിലാണ് ഈ ഒരു ടൈം ഫ്രെയിമിൽ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ. പിന്നെ മാർക്കറ്റ് ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ആണ്, മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈനെക്കാട്ടിയും താഴെയാണ്, റൈറ്റ്. അത് കഴിഞ്ഞ് എപ്പോഴൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ എവിടെയാണോ അതൊക്കെ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ലോവർ ഹൈ ക്രിയേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയും നമുക്ക് ഈ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റിൽ റൈറ്റ് എപ്പോഴൊക്കെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പുതിയ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടിന്യൂസ്ലി ഒരു 3 സ്വിങ് ലോ അവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഒരു ലോ ഇവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്. അത് കഴിഞ്ഞ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ചെയ്തു. അതെങ്ങനെയാണ് മനസ്സിലായത്? മാർക്കറ്റ് കുറച്ച് സമയത്തേക്ക് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഈ ഒരു സിറ്റുവേഷനിലാണ് അവിടെ ഒരുപാട് പേര് ട്രേഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെ സൈക്കോളജിയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ വാച്ച് ചെയ്യുവാണ്. ഓക്കെ, മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ലോവർ ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. മാർക്കറ്റ് പിന്നീട് കുറേ സമയം ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു സംശയം, മേ ബി മാർക്കറ്റ് റിവേഴ്സിൽ പോകാം, അതായത് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് അപ്പ് സൈഡിലോട്ട് പോകാം എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു, ഫീൽ ചെയ്യും, റൈറ്റ്. ഓക്കെ, എന്നാൽ പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഒരു എൻട്രി എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു ട്രേഡർ ഇതേ സെയിം അനാലിസിസ് ചെയ്യുവാണോ, മാർക്കറ്റ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിടുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ നടക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം എന്ന രീതിയിൽ ട്രേഡേഴ്സ് ചിന്തിക്കും. അതായത് മാർക്കറ്റ് ഒരുപാട് ഒരു റാലിക്ക് ശേഷം, ഒരു ഡൗൺ സൈഡ് റാലിക്ക് ശേഷം മാർക്കറ്റ് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് എന്താണ് ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പൊട്ടൻഷ്യൽ മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാകും. അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും വെയിറ്റിങ്ങിലായിരിക്കും. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് അവിടെ നടക്കുന്ന സൈക്കോളജി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു, റൈറ്റ്. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി ആ ഒരു റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും, അല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഞാൻ ഈ ഒരു ലോ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ടെ. ആൻഡ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ചാർട്ട് കുറച്ചുകൂടി ക്ലിയാരിറ്റി ഉണ്ടാകും, റൈറ്റ്. അപ്പോൾ ഞാൻ ഈ റേഞ്ച് ഒന്നും കൂടി കറക്റ്റായിട്ട് ഡ്രോ ചെയ്തു, റൈറ്റ്. അത് കഴിഞ്ഞ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് ജസ്റ്റ് ഇവിടെ വന്നു ആൻഡ് ഇവിടെ സപ്പോർട്ട് എടുത്തു, ജസ്റ്റ് ഒരു ക്വിക്ക് ബ്രേക്ക് ഡൗൺ നടന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഈ ഒരു പോയിന്റിൽ ജസ്റ്റ് ഇതിൻ്റെ വിക്ക്, ആ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് ഇതിൻ്റെ ജസ്റ്റ് താഴോട്ട് ഒന്ന് ബ്രേക്ക് ഡൗൺ നടന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ബട്ട് ജസ്റ്റ് വന്നു ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് റിവേഴ്സിൽ വന്നു. സോ ദാറ്റ് മീൻസ് ട്രേഡേഴ്സ് വിചാരിക്കുന്ന അതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടത്തി തിരിച്ച് മുകളിലോട്ട് വരുവാണ്. അപ്പോൾ ആ ഒരു മുകളിലോട്ട് വന്നിരിക്കുന്ന ആ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ പോയിന്റിൽ കാണാൻ വേണ്ടി പറ്റും. വളരെ ശക്തമായിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഫോർമേഷൻ നടത്തിയിരിക്കുന്നത്, അല്ലേ? ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ. അപ്പം ഇങ്ങനൊരു ക്യാൻഡിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ സൈക്കോളജി എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു കോമൺ ട്രേഡർ, ഒരു റീറ്റെയിൽ ട്രേഡറിൻ്റെ സൈക്കോളജി കൊണ്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ദെൻ അഗൈൻ പവർഫുള്ളായിട്ടുള്ളൊരു
ക്യാൻഡിൽ ഫോർമേഷൻ തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് റിവേഴ്സലാകാൻ പോവുകയാണ്. സോ ബിറ്റ് കോയിൻ ചാർട്ടാണ്, റൈറ്റ്. ബിറ്റ് കോയിൻ ഡിപ്പ് 1,00,000 സംതിങ് വന്നിട്ട് പിന്നീട് 83,000 അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് മേ ബി ഇത് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടത്തി മാർക്കറ്റ് മുകളിലോട്ട് വിചാരിക്കും. സോ ഓടി കയറി എന്ത് ചെയ്യും, ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ, ഈ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ടിൽ പോയി എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ എൻട്രി എടുക്കും. ആൻഡ് എൻട്രി ചിലപ്പം പല ആൾക്കാരും ഈ ഒരു ക്യാൻഡിലായിരിക്കും എൻട്രി എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു സഡൻ ക്വിക്ക് റിവേഴ്സ് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എൻട്രി എടുക്കാം. പല രീതിയിലും പല ആൾക്കാരും പല രീതിയിലാണ് ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം അല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ്, റൈറ്റ്. ആ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്, റൈറ്റ്. നമ്മളെപ്പോലുള്ള നമ്മളെ രീതിയിൽ ചിന്തിക്ക് ട്രേഡ് എടുക്കുന്ന ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ്. ആൻഡ് ബൈ എൻട്രി ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റൈറ്റ്. നമ്മൾ ആണ് ഇവിടുന്ന് ബൈ എൻട്രി എടുക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കും? മോസ്റ്റ് പ്രോബബിളി ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന എവിടെയാണ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡെഫിനറ്റ്ലി ഈ ഒരു വിക്കിൻ്റെ താഴെയാണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ, അല്ലെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലെ, ഈ ഒരു ക്യാൻഡിൽ വിക്കിൻ്റെ താഴെയായിരിക്കും കൂടുതൽ ആൾക്കാരും സ്റ്റോപ്പ് ലോസ് വെക്കുക, റൈറ്റ്. അത് എല്ലാവർക്കും അറിയാം അല്ലെ, മോസ്റ്റ് പ്രോബബിളി അതാണ് സൈക്കോളജി. ഒരു 90% ആൾക്കാരും സൈക്കോളജി അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, ബട്ട് അത് സസ്റ്റെയിൻ ചെയ്യാതെ പെട്ടെന്ന് തന്നെ താഴോട്ട് ഒരു റിവേഴ്സൽ വന്നതായിട്ട് കാണാം. റിവേഴ്സൽ വന്നു എക്സാക്ട്ലി ഈ ഒരു പോയിന്റിൽ, അതായത് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. എക്സാക്ട്ലി ആ ഒരു SL സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും സ്ലോലി മുകളിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങി, റൈറ്റ്. നമ്മൾ പലപ്പോഴായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് അല്ലേ, നമ്മൾ എക്സാക്ട്ലി എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എക്സാക്ട്ലി അത് മാർക്കറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും, നമ്മുടെ ഡയറക്ഷനിലോട്ട് പോകും അല്ലേ. ഞാനൊക്കെ ഇഷ്ടം പോലെ ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ബട്ട് ആക്ച്വലി ഇതാണ് അതിൻ്റെ നടക്കുന്നൊരു പ്രോസസ്സ്. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സൈക്കോളജി എവിടെയാണ്, ബിഗ് പ്ലേയേഴ്സിന് ഓൾറെഡി അറിയാം. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ ഇപ്പം ഈ ഒരു പാറ്റേൺ നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നമ്മൾ ഇപ്പം ഈ ഒരു ബ്രേക്ക് ഡൗൺ നടത്തി കഴിഞ്ഞു. ദെൻ അഗെയിൻ മാർക്കറ്റ് തിരിച്ച് വീണ്ടും വന്നു. അപ്പോൾ തിരിച്ച് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാര്യം അവിടെ റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റാണ് നമുക്കൊരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. എപ്പോഴാണ്? വീണ്ടും തിരിച്ച് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി അവിടെ കൺസിഡർ ചെയ്യാം. അതായത് മസ്റ്റായിട്ടും ഈ കാര്യം ഇവിടെ ഈ ഒരു റൗണ്ടിൽ ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളങ്ങനെ ഓടിക്കേറി എടുക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോയുടെ പേര് തന്നെ ചാർട്ട് റീഡിംഗ് ആണ്. അത് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രേഡ് എടുക്കാൻ വേണ്ടിയുള്ള റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹിൻഡ് മാർക്കറ്റ് തരും. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു? വീണ്ടും ഒരു ഹയർ ഹൈ ഫോർമേഷൻ, റൈറ്റ്. ജസ്റ്റ് ഈ ലൈൻസൊക്കെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും ഏത് സ്ട്രക്ചറാണ് ഫോർമേഷൻ നടത്തിയിരിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസിലി വളരെ പറയാൻ വേണ്ടി പറ്റും. മാർക്കറ്റ് വീണ്ടും ഹയർ ഹൈ ഫോർമേഷനാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്, ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്? ഒന്ന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ പോയിൻ്റ്, റൈറ്റ്. ഈ ഒരു ഹൈ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂ സ്വിങ് ഹൈ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സ്വിങ് ലോ ഉണ്ട്, റൈറ്റ്. സ്വിങ് ലോ നമുക്കറിയാം നോർമലി അവിടെ വരുന്ന സമയത്ത് ഓൾറെഡി അപ് ട്രെൻഡിലാണ്. അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഏകദേശം ഈ ഒരു പോയിന്റിൽ വന്നു, ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഒന്നുകൂടി താഴോട്ട് വന്നു, പുതിയ ബയേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചറിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും അപ് സൈഡിലോട്ട് പോയിട്ട് ഈ ഒരു ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സാധ്യത? എന്താണ് പോസിബിലിറ്റി? നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് പറയാം, ഓക്കെ ഓൾറെഡി അപ് ട്രെൻഡിലാണ് മാർക്കറ്റ്, ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് ക്വിക്ക് മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാകും അല്ലേ, ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാകും.
ഓക്കെ. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഓപ്പോസിറ്റ് ആരാണുള്ളത്, സെല്ലേഴ്സ് ഉണ്ട് അല്ലേ. സെല്ല് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, മാർക്കറ്റിൽ ഓക്കെ ഈ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടിട്ട് മാർക്കറ്റിൽ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സെല്ലേഴ്സ് എന്ത് ചെയ്യും, പൊസിഷൻ എടുക്കും ഇതുപോലുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ് കാണുന്ന സമയത്ത്. അവർ വിചാരിക്കും നോക്കിയാൽ മാർക്കറ്റ് മേ ബി താഴോട്ട് പോകാമെന്നുള്ളത്. ആൻഡ് ഇവിടെ 89,000 90,000 ഒക്കെ ലെവൽസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് അവർ പൊസിഷൻ എടുക്കുന്നുണ്ടാവും. ബട്ട് ആസ് പെർ നമ്മൾ ഈ ഒരു മാർക്കറ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ മാർക്കറ്റിലെ എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി അപ് ട്രെൻഡിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ. ഞാൻ ഇത് ജസ്റ്റ് ലോ ഹൈ ഒന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ എക്സാക്ട്ലി എന്ത് ചെയ്തു, മാർക്കറ്റ് സ്ലോലി ബിൽഡപ്പ് ചെയ്ത് വന്ന് ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക് ഔട്ട് ചെയ്ത ഉടനെ തന്നെ ഒരു സ്ട്രോങ് അപ്പ് സൈഡ് മൂവ്. അപ്പോൾ നമുക്ക് ആസ് പെർ നമ്മുടെ ഒരു റിസ്ക് റിവാർഡ് ഒരു 1:2 1:3 ഒക്കെ കീപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഇവിടെ കുറച്ച് വൊളാറ്റിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. മാർക്കറ്റിൽ ഇവിടെ ഒരു ലോ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്. സോ മാർക്കറ്റ് പുതിയൊരു ഹൈയും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പോയിൻ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അത് കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു, ചെറിയ രീതിയിൽ ആ ഒരു സ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വന്നു ഈ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോവർ ലോ എന്ന രീതിയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി സെല്ലിംഗ് എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ചെറിയ ക്വിക്ക് സ്കാൾപ്പിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ബട്ട് മേജർ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർലി അത് മാറിയിട്ടില്ല. സ്ട്രക്ചർ വൈസ് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സ്റ്റിൽ ആ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ട്രക്ചർ ഫോർമേഷനാണ് അവിടെ നടന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. എപ്പോഴെങ്കിലൊക്കെ ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ വിത്ത് ഒരു പ്രോപ്പർ സ്ട്രക്ചർ അനുസരിച്ച് വീഴുവാണെങ്കിൽ നല്ല രീതിയിലൊരു ബിയറിഷ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓർത്തിരിച്ചിരിക്കാം. ഓക്കെ, എപ്പോഴെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീണ്ടും ഹയർ ഹൈ ഫോർമേഷനിൽ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഹയർ ഹൈ ഫോർമേഷനിൽ വന്നു, റെസിസ്റ്റൻസ് എടുത്തു, പിന്നീട് എന്ത് ചെയ്തു, ആ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തു, ബ്രേക്ക് ഔട്ട് ചെയ്തു. വീണ്ടും ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. ബ്രേക്ക് ഔട്ട് ചെയ്തു, അപ്പ് സൈഡ് മൂവ്മെൻറ്റ്. പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, ബ്രേക്ക് ഔട്ട് നടത്തി വീണ്ടും ഹയർ ഹൈ ഫോർമേഷൻ ആൻഡ് സ്ലോലി ഒരു ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. മാർക്കറ്റ് വീണ്ടും ഈ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തി വീണ്ടും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നെക്സ്റ്റ് അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സെയിം നമ്മൾ ഇതിപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന സെയിം കാര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റിൽ ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നടത്തി, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നടത്തി മാർക്കറ്റ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ വീണ്ടും സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും നടത്തി അല്ലേ. പിന്നീട് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. അത് കഴിഞ്ഞിട്ട് സിമിലർ അടുത്ത ബ്രേക്ക് ഔട്ട് നടത്തി മാർക്കറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്തു, പിന്നെ അഗെയിൻ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് താഴോട്ട് വന്നിട്ട് ഇനി മാർക്കറ്റ് മേ ബി ഇതേ രീതിയിൽ വരാം, ദെൻ അഗെയിൻ ബ്രേക്ക് ഔട്ട് നടക്കാം. ഓക്കെ, ഇനി ഈ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇത്രയും തവണയും 3 തവണ ഒരേ ലെവലിൽ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അപ്പ് സൈഡ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക ആൻഡ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം ട്രേഡുകൾ എടുക്കാം ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത്. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ സ്ട്രക്ചർ മേ ബി ഇനിയും ചേഞ്ച് ചെയ്യാം, റൈറ്റ്. സ്ട്രക്ചർ അതായത് ഈ ഒരു റിസെൻറ്റ് ഹൈ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. ബിറ്റ് കോയിന് ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു 5 മിനിറ്റ് നോക്കുവാണെങ്കിൽ ചെറിയൊരു ബിയറിഷ് ഇതാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഹൈ ബിറ്റ് കോയിനെ കൊണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂസ്ലി വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും, സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ഉണ്ടാകും. ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടാകും, റൈറ്റ്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്യാം. ആൻഡ് ഇതുവരെ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇതുവരെ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ബട്ട് ഇപ്പം റീസെൻ്റ് എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളൊക്കെ അപ്കമിങ്ങിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ US മാർക്കറ്റിൻ്റെ സമയങ്ങളിൽ മാർക്കറ്റ് വോളാറ്റിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മാർക്കറ്റ് തന്നെ ഒരു ഹിൻഡ് തരും. മാർക്കറ്റ് ഓക്കെ ഇന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിലോട്ട് പോകുമെന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ആസ് എ ട്രേഡർ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ട് പരമാവധി റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞതിലും ചിലപ്പം ചില തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഫൈൻ, ഇത് എൻ്റെ അപ്രോച്ചാണ്, ഇങ്ങനെയാണ് ഞാൻ മാർക്കറ്റിനെ കാണുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് ഒരു അപ്രോച്ച്, സ്വന്തമായിട്ടൊരു ഡിസിഷൻ, സ്വന്തമായിട്ടൊരു പ്ലാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻ്റ് ആയിരിക്കും നമ്മുടെ ട്രേഡുകളിൽ. ഓക്കെ, അപ്പം വീണ്ടും നോക്കുവാണെങ്കിൽ ഓക്കെ ഇത് ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ തന്നെ
ബ്രേക്കൗട്ട് നടക്കുവാണെങ്കിൽ നെക്സ്റ്റ് വീണ്ടും ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈമിൽ ഇവിടെ ഒരു ഹൈ ഉണ്ട്. അപ്പം ഞാനാണ് ട്രേഡ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ബ്രേക്കൗട്ടിന് മുമ്പേ ട്രേഡ് എടുക്കും, റൈറ്റ്. അതായത് കുറച്ച് മുൻപത്തെ ദിവസങ്ങൾ നോക്കുവാണെങ്കിൽ അപ്പം ഇവിടെ ഒരു ഹൈ ഇവിടെ നമുക്കുണ്ട്. സോ മാർക്കറ്റ് ഈ രീതിയിൽ സ്ലോലി സ്പെൻഡ് ചെയ്ത് വരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കൗട്ടിന് മുൻപേ ഒരു എൻട്രി എനിക്ക് അവിടെ എടുക്കാം. കാരണം എനിക്ക് കോൺഫിഡൻ്റ് ആണ് മാർക്കറ്റൊക്കെ ഈ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്, ഓൾറെഡി അപ് ട്രെൻഡിനാണ് ഉള്ളത്. അപ്പോൾ ബ്രേക്കൗട്ട് നടക്കുവാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്കൗട്ട് നടക്കുന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ബ്രേക്കൗട്ടിന് മുൻപേ ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം, ഇപ്പം ഞാനിവിടെ ബിറ്റ്കോയിൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ട് എടുത്ത് നോക്കാം. XAU USൻ്റെ ഗോൾഡൻ ചാർട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മനസ്സിലാക്കി ചാർട്ടൊന്ന് ഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും അതിനകത്തും മാർക്ക് ചെയ്യുക, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, അത് ഹെൽപ്പ് ചെയ്യും. ദെൻ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് വേണമെങ്കിൽ എടുത്ത് വെച്ചിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ചാർട്ട് റീഡ് ചെയ്യുക എന്നുള്ളത്. വരുന്ന ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ചാർട്ട് റീഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ, താങ്ക് യു.